നാളേക്കുള്ള. അങ്ങനെ ഡോക്ടറെ കാണിച്ചു, കുങ്കി കിട്ടി. സിനുനായി കേട്ടോ കുങ്കി. ചോറ് തിന്നില്ല ഗൈസ്. 1:30 വന് ആംബുലൻസ് വേക്കിൽ നിൽക്കണം. അങ്ങനത്തെ സ്പീഡിൽ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ച് കഴിയുമ്പോൾ 3:30 ആയിക്കാ. ഞങ്ങൾക്ക് 10 ടോക്കൺ കിട്ടി. അതിൻ്റെ മുമ്പത്തെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ അവനോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ മരണപ്പാച്ചിൽ വാങ്ങിയത്. ആരെ കുറിച്ചാ? ഓപ്ഷൻ 1 ഉമ്മച്ചി, ഓപ്ഷൻ 2 പാലക്കലമ്മായി. അല്ല, എന്നെ പ്രേമിക്കുന്ന ഒരാളില്ലേ, അതിങ്ങും കണ്ടില്ലെന്ന് നടിക്കരുത്. റോഡ് റോളറ്. ഞാൻ മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടി പിന്നെന്തോ ഇറിറ്റേഷനായിട്ട്. ചോറ് പോയി നോക്കട്ടെ. കിട്ടിയ KKPP ആയിരിക്കും. കാരണം ഒന്നാമതാണ് വൈകുന്നേരം ചായക്കടി കാര്യങ്ങൾ വന്നിട്ടൊന്നും അംബികയിലാകുമ്പോൾ നല്ല സൈഡ് കിട്ടും. എനിക്ക് ഷുഗറൊക്കെ കുറയുന്നുണ്ടോന്ന്. എന്താ വെച്ചാല് ഞാൻ ഒന്നും കഴിച്ചില്ല. ഇവരൊക്കെ എന്തൊക്കെയോ ഞെണ്ണീട്ട് വരിക. ഞാൻ അന്തിക്ക് പോയിട്ട് നിന്നു. എനിക്ക് 2 കണക്ക്. എനിക്ക് 2 മീന് നിർബന്ധമായി. നോക്കൊന്നും കൊടുത്തുകൂടാഞ്ഞോ? ഓങ്ങള് വിചാരിക്കും ഓക്ക് മീൻ കൊടുക്കാണ്ടിരിക്കുമ്പോ തിന്നാൻ കിട്ടിയില്ല. അന്ന് ചിക്കൻ ഉണ്ടായി കേട്ടോ. ഇന്നലത്തെ മറ്റേതോ ബ്രോസ്റ്റഡ്. അപ്പൊ അങ്ങനെയാണ്. പോയി നോക്കട്ടെ. എന്താ തിന്നാൻ കിട്ടിയാലായി. നമ്മുടെ സർപ്രൈസ് അവിടെ സർപ്രൈസായി പോയി എന്നൊന്നും വിചാരിക്കണ്ട. നമ്മുടെ സിനുക്കാക്ക ഇവിടെ വിളിച്ച് എല്ലാം സെറ്റാക്കി പോവുക. ചിക്കു എന്ന് പറയുന്നത് യൂട്യൂബ് മുതലാളിയാ. എൻ്റെ യൂട്യൂബ് ശരിക്കും മുതലാളി. ഞാൻ വെറും ഒരു തൊഴിലാളി മാത്രം. എൻ്റെ യൂട്യൂബ് നോക്കുന്നത് എൻ്റെ കസിൻ ബ്രദറാണ്. അവൻ്റെ പേരാട്ടോ ഞാൻ ചിക്കു എന്ന് പറഞ്ഞത്. ഓരാണ് ശരിക്കും മുതലാളി. എന്നോട് എപ്പോഴും പറയൂ ജസിത്ത അക്കൗണ്ട് ഞാൻ മാറ്റുമെന്ന് അറിയൂ. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന എൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് യൂട്യൂബിൻ്റെ ABCD അറിയില്ല. അവൻ്റെ കയ്യിലാണ് എൻ്റെ യൂട്യൂബ് ഉള്ളത്. അപ്പോൾ അവനാണ് ശരിക്കും മുതലാളി. അപ്പോൾ അവൻ വിളിച്ചിട്ടാണ് കുറ്റിയാടി നമ്മുടെ സാധനം റെഡിയാക്കി വെച്ചത്. സാധനം കാണാം. വൈറ്റ് ആൻഡ് സീ. മറ്റേ അമ്മായി വരുമ്പോൾ വൈറ്റ് ആൻഡ് സീ.